നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു മൂന്നാം ഭരണത്തിനു കൂടി വട്ടം കൂട്ടിയിരിക്കുന്ന പിണറായി വിജയനെ വേദിയിൽ ഇരുത്തി അങ്ങ് അപമാനിച്ചു. അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയെന്ന്. ഇത് കേട്ടാൽ പിന്നെ പിണറായിക്ക് സർവാംഗം തുള്ളി വരില്ലേ? അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സദസ്സിലുള്ളവർ ഭയപ്പെട്ട് സ്തബ്ധരായിരുന്നു. അതായത് പിണറായി വിജയൻ വേദി എങ്ങാനും ചവിട്ടി പൊട്ടിക്കുമോ എന്നുള്ള ഭയം. മൈക്കൊന്ന് കേടായാൽ പോലും മൈക്ക് ഓപ്പറേറ്ററെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ഉത്തരവിടുന്ന രാജാവിന് ഇത്രയും കൊടിയ അപമാനം. എന്തോ വലിയത് സംഭവിക്കാൻ പോകുന്നു എന്ന് സദസ്സ് പേടിച്ചിരുന്നപ്പോൾ പുതിയ വിജയനായിപ്പോയി. പഴയ വിജയനായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു രാജ്മോഹന്റെ തലയരിഞ്ഞേനെ. ശരിക്കും എന്താണ് സംഭവിച്ചത്? അതായത് മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി വലിയ രീതിയിൽ അപമാനിച്ചു എന്നാണ് ഇപ്പോൾ CPMന്റെ സൈബർ കൂട്ടം ഇളകി ഇറങ്ങിയിരിക്കുന്നതിന് കാരണം. എന്നാലും രവി പിള്ളയെ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിച്ചു വിടരുതായിരുന്നു മുഖ്യമന്ത്രിയെ. അതും കോർപ്പറേറ്റുകളെല്ലാം അണിനിരന്നിരുന്ന വേദിയിൽ അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല എന്നൊരു പ്രഖ്യാപനം കേട്ടാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോകുമല്ലോ. പിണറായി വിജയന്റെ സർവ്വതും കഴിഞ്ഞ് ഭൂമി പിളർന്നങ്ങ് താഴോട്ട് പോയിരുന്നുവെങ്കിലെന്ന് തോന്നിക്കാണും. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയും വിവാദവും ഒക്കെയായി മാറുന്നത്. അതുപോലെ ഇപ്പോൾ CPMന്റെ സൈബർ ഗുണ്ടകൾ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. രാജ്മോഹനെ കൊത്തിപ്പറിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ആശംസിച്ച സംഭവമാണ് പിണറായിയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ കലിപ്പ് ഇതുവരെ പിണറായിക്ക് തീർന്നിട്ടില്ല. അതിന്റെ അതൃപ്തി രവി പിള്ള ഉൾപ്പെടെയുള്ള വ്യവസായികളെ പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ G. രാജ്മോഹൻ വിവാദ പ്രസ്താവന നടത്തിയത്. ഇത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന നിലപാടിലാണ് പിണറായി. അതായത് കട്ടായം നിൽക്കുകയാണ്. ഒരു തരത്തിലും ഇതിനോട് യോജിക്കാൻ തനിക്ക് കഴിയില്ല എന്ന്. പക്ഷേ വേദിയിൽ വെച്ച് അത്തരത്തിൽ ക്ഷുഭിതനായ ഒരു രീതി പിണറായി വിജയനിൽ നിന്നുണ്ടായില്ല. അതെന്തോ മഹാഭാഗ്യം. സാധാരണ വേദിയിലാണ്, പൊതുമധ്യത്തിലാണ് എന്നൊന്നും കരുതാത്ത ആളാണ് പിണറായി വിജയൻ. തനിക്ക് ദേഷ്യം വന്നാൽ അത് ആ വേദിയിൽ വെച്ച് തന്നെ പ്രകടിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ടും പിണറായി വിജയൻ മൗനം പാലിച്ചു. പിന്നീട് വേദി വിട്ടിറങ്ങിയതിന് ശേഷം രവി പിള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ച് വലിയ രീതിയിൽ തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ. അനൌദ്യോഗികമായി രവി പിള്ള ഉൾപ്പെടെയുള്ളവരെ അമർഷം അറിയിച്ച പിണറായി ഈ പ്രസ്താവന തനിക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധം സൈബർ ഇടത്തിൽ ട്രോളായി മാറിയതിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തിരിക്കുകയാണ്. വേദിയിൽ വെച്ച് ഈ വിഷയം മിതത്വത്തോടെയാണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്തത്. അതാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. രാജ്മോഹന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ പിണറായി വിജയൻ അതിനെ സൗമ്യതയോടെ കൈകാര്യം ചെയ്തു. രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികന് മറുപടിയുമായി അപ്പോൾ തന്നെ പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. ട്രോൾ കണക്കുള്ള മറുപടിയാണ് നൽകിയതും. ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചത് എന്നായിരുന്നു പിണറായിയുടെ മറുപടി. ചെന്നിത്തലയെ എല്ലാ അർത്ഥത്തിലും പൊക്കുകയായിരുന്നു രാജ്മോഹൻ. ഇങ്ങനെ പറയുന്നത് പിണറായിയെ കേൾപ്പിക്കാൻ വേണ്ടി എന്തിന് അദ്ദേഹത്തെ ചടങ്ങിലേക്ക് വിളിച്ചു എന്ന ചോദ്യവും പ്രസക്തമാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി പറയാൻ പാടില്ലാത്തതായിരുന്നു രാജ്മോഹൻ പറഞ്ഞു വെച്ചത് എന്ന് ഇപ്പോൾ സൈബർ കമ്മികളുടെ രോദനം. കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത നേതാവാണ് രമേശ് ചെന്നിത്തല. അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. VD സതീശൻ സാറ് പോയോ? രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നുമുള്ള വേദിയല്ല. സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന വലിയ ചാലക ശക്തിയാണ് രമേശ് ചെന്നിത്തല. ഇതായിരുന്നു സ്വാഗത പ്രാസംഗികന്റെ വാക്കുകൾ. ഇപ്പോൾ തന്നെ വലിയ പ്രശ്നത്തിലാണെന്നായിരുന്നു ചെന്നിത്തലയ്ക്ക് അടുത്തിരുന്ന MK പ്രേമചന്ദ്രന്റെ പ്രതികരണം. സ്വാഗത പ്രാസംഗികന്റെ ആശംസ സദസ്സിലാകെ ചിരി പടർത്തിയിരുന്നു. എങ്കിലും വളരെ വലിയൊരു ആശങ്കയാണ് അവിടെ ഉടലെടുത്തത്. കാരണം പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ചെന്നിത്തലയ്ക്ക് ജയ് വിളിക്കുന്ന ഒരു നിലപാട്. തുടർന്ന് തന്റെ പ്രസംഗത്തിനിടെയാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി കൊടുത്തത്.
സ്വാഗത പ്രാസംഗികനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. ഞാൻ ആ പാർട്ടിക്കാരൻ അല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒരു കൊടും ചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാനുള്ളത്. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങായതുകൊണ്ട് മാത്രമാണ് പരിധി വിട്ട മറുപടി മുഖ്യമന്ത്രി നൽകാത്തത് എന്നാണ് വിവരങ്ങൾ. രാജ്മോഹന്റേത് അതിരുവിട്ട പരാമർശമാണെന്ന അഭിപ്രായം രവി പിള്ള ഗ്രൂപ്പിനും ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മുൻ CMD ആണ് രാജ്മോഹൻ. CPM നേതാക്കളുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തി. MA ബേബിയുടെ സഹകരണമുള്ള സ്വരലയെ നയിക്കുന്ന വ്യക്തി. തിരുവനന്തപുരത്തെ പ്രധാന സ്കൂളായ വട്ടിയൂർക്കാവിലെ സരസ്വതി വിദ്യാലയത്തിന്റെ ചെയർമാൻ. അങ്ങനെ തിരുവനന്തപുരത്ത് ഏറെ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ് ചെന്നിത്തലയെ ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിയത്. ഈ സാഹചര്യത്തിൽ രാജ്മോഹനുമായി ഇനി CPMോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ സഹകരണത്തിനുണ്ടാകില്ല എന്നാണ് വിവരങ്ങൾ. ഭരണത്തിൽ ഹാട്രിക് ആണ് CPMും പിണറായി വിജയനും ലക്ഷ്യമിടുന്നത്. ഇതറിഞ്ഞു വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പൗരപ്രമുഖർ പങ്കെടുത്ത പരിപാടിയിൽ രാജ്മോഹന്റെ ചെന്നിത്തല സ്തുതി എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ CPM ഉള്ളത്. എന്നാൽ പിണറായി വിജയൻ അതിനെ കൈകാര്യം ചെയ്ത രീതിയെ ഇപ്പോൾ സൈബർ ഇടത്തിലെ CPMുകാർ വാഴ്ത്തുകയാണ്. അതായത് വിഷയം പിണറായി വിജയനിലേക്കോ CPMിലേക്കോ വരാതിരിക്കാൻ കോൺഗ്രസിലെ പൊട്ടിത്തെറിക്ക് രാജ്മോഹൻ വഴിവെച്ചു എന്നുള്ള തരത്തിൽ അതിനെ വഴിതിരിച്ചുവിടാൻ പിണറായിക്ക് കഴിഞ്ഞുവെന്നും. കാരണം കോൺഗ്രസിൽ ഇപ്പോൾ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിൽ. മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല. എന്നാൽ VD സതീശൻ ആ കസേര വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിന് വലിയ അധികാര വടംവലി ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്മോഹൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്നും അത് ആ പാർട്ടിയിൽ വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് രാജ്മോഹൻ എന്നുമാണ് പിണറായി വിജയൻ വഴിതിരിച്ചുവിട്ടത്. പക്ഷേ സംഭവം എന്തായാലും പിണറായി വിജയന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പൊതുവേദിയിൽ ക്ഷുഭിതനാകുന്ന പൊട്ടിത്തെറിക്കുന്ന ആളാണ് പിണറായി വിജയൻ. എന്നിട്ടും ഇത്ര വലിയ ഒരു പ്രസ്താവന, വലിയ രീതിയിൽ അപമാനിക്കുന്ന പ്രസ്താവന ഉണ്ടായിട്ടും പിണറായി വിജയന് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. ഇരട്ടച്ചങ്കൻ ചിലപ്പോഴൊക്കെ ഓട്ടച്ചങ്കനാകാറുണ്ട്. അതായത് ചിലയിടങ്ങളിൽ മറുപടി പറയാനില്ലാതെ വായിൽ ബണ്ണ് തിരികെ വെക്കേണ്ട അവസ്ഥയിലേക്ക് പിണറായി വിജയനും എത്താറുണ്ട്. വായിലെ അണ്ണക്കിലെ പിരിവെട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരവസ്ഥയിലായിരുന്നു കുറച്ചു നേരത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നീട് അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും രാജ്മോഹൻ ഒരു കുതിരപ്പവൻ ഇരിക്കട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന മറുപടി. കാരണം ഇത്രയും വലിയ പൗരപ്രമുഖരും കോർപ്പറേറ്റുകളും ഇരുന്ന ഒരു വേദിയിലാണ് പിണറായി വിജയനെ അടപടലം എടുത്തുടുക്കുന്ന ഒരു പ്രസ്താവന രാജ്മോഹൻ നടത്തിയത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രാജ്മോഹന് ഇനി ഇതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം പറഞ്ഞതും ചൊറിഞ്ഞതും പിണറായി വിജയനെ ആണല്ലോ. പിണറായി പക അത് ആനപ്പകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.